അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിടുകിടുകാച്ചി ഫേസ് പാക്കുമായിട്ടാണ്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന കരിമംഗല്യം, കുരുക്കൾ വന്ന കറുത്തപ്പാട്, കുരുക്കൾ വന്ന മുഖക്കുരു വന്ന കറുത്തപ്പാടുകൾ, എല്ലാവിധ കറുത്തപ്പാടുകളും കേട്ടോ. ഇനി വെയിൽ കൊണ്ടുവന്ന ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ വീട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിടുകിടുകാച്ചി ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ. നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം, പിഗ്മെന്റേഷൻ എന്നൊക്കെ പറയും, മെലാസ്മ എന്നൊക്കെ പറയും, അതുപോലെ വെയിൽ കൊണ്ട കരിവാളിപ്പ്, മുഖക്കുരു വന്ന കറുത്ത പാടുകൾ, പിന്നെ വേറെ എന്തെങ്കിലും മുറിവുകൾ വന്ന കറുത്ത പാടുകൾ എല്ലാം മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കാനും നല്ല തിളക്കം വരുത്താനും നല്ല ഗ്ലോ വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കിടുകിടുകാച്ചി ഫേസ് പാക്കാണ് കേട്ടോ. ഇപ്പോൾ ഒരു കല്യാണത്തിനായിട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, എൻഗേജ്മെന്റ് കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ ഉണ്ടാകും, അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഒരു കല്യാണത്തിന് ഒരുങ്ങുന്ന പെൺകുട്ടികൾ ഒരു മാസം മുമ്പ് തന്നെ ഈ പാക്ക് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഫേസ് എല്ലാ കറുത്തപാടുകളും പോയിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ പാക്ക് വന്നിട്ട് ഡെയിലി യൂസ് ആക്കണം. ഡെയിലി യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നല്ല കിടുകിടുകാച്ച റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഒറ്റ യൂസിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ആക്കണം, ഇതിനേക്കാളേറെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. അതിൽ ആഡ് ചെയ്യുന്നതും അതിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കാണുന്ന ടൈമിൽ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല, എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഫുള്ളായി കാണുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ട് വന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒരുപാട് പേര് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോസ് ഫുള്ളായി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിറയെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്കിൻ കെയറിൻ്റെ. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ, പോകാം. ഉഴുന്ന് വെച്ചിട്ടാണ് പാക്ക് തയ്യാറാക്കുന്നത്. ഉഴുന്ന് വന്നിട്ട് നമ്മുടെ മുഖത്തിന് നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനും കറുത്ത പാടുകളുണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനും കരിമംഗല്യം, കുരുക്കൾ വന്ന കറുത്ത പാടുകൾ, അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഉഴുന്നൊരു 3 ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാൻ വെക്കുക കേട്ടോ. അപ്പോൾ നല്ലവണ്ണം കുതിർത്തതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തിൽ നമ്മൾ അരച്ചെടുക്കേണ്ടത് കേട്ടോ, വേറെ വെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പഴമാണ് കേട്ടോ. ഞാൻ റോബസ്റ്റ് പഴമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ പീസാണ് ഇത് ചേർക്കുന്നത്. 4 ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പഴമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ 4 പീസ് ചെറിയ പീസ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 4 ചെറിയ പീസ് പഴം, ഒരു ചെറിയ പീസ് ടൊമാറ്റോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ പീസ് എടുത്താൽ മതി കേട്ടോ. ഇതേ അളവിൽ തന്നെ എടുക്കുക. എന്നിട്ട് നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി എടുക്കണം. തരിയൊന്നും ഇല്ലാതെ വേണം അരച്ച് പേസ്റ്റാക്കി എടുക്കാൻ. വേറെ വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. പക്ഷേ ഇത് നമുക്ക് ഫുള്ളായിട്ട് വേണ്ടി വരും കേട്ടോ. നമ്മുടെ ഫേസിന് ഫുള്ളായിട്ട് വേണ്ടി വരും. അപ്പോൾ ഈ നല്ല പേസ്റ്റായി നരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ല. ഇതുപോലെ തന്നെ അരച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കടലമാവാണ് കേട്ടോ. അതെല്ലാവർക്കും അറിയുന്നതാണ്. കടലമാവ് നമ്മുടെ മുഖത്തിന് നല്ല നിറം വരുത്താനും ഗ്ലോ വരുത്താനും ബ്രൈറ്റ് ആക്കാനും വൈറ്റിംഗ് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് കടലമാവ്. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അതിലൊരു ചെറിയ കട്ടയോ തരിയോ ഒന്നും പറ്റില്ല. ഈ കടലമാവൊക്കെ ചിലപ്പോൾ കട്ടയായിട്ട് കിടക്കും. ആ കട്ടകളൊക്കെ നല്ലവണ്ണം ഉടച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് മിക്സാക്കി നല്ല പേസ്റ്റ് രൂപത്തിൽ നല്ല തിക്നെസ്സോട് കൂടി ആക്കി നമ്മൾ എടുക്കാൻ. ഒരുപാട് വെള്ളത്തോട് കൂടിയും പറ്റില്ല ഈ പാക്ക്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിക്കും പറ്റില്ല. ഈ ഒരു രൂപത്തിൽ തന്നെ ആക്കിയെടുക്കുക. മിക്സ് ആക്കിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസും കഴുത്തൊക്കെ നല്ലവണ്ണം ഒന്ന് വാഷ് ചെയ്യുക. നമ്മൾ ഫേസിൽ ഇടുമ്പോൾ കഴുത്തിൽ ഇടാൻ ശ്രമിക്കണം. നമ്മൾ കഴുത്തിൽ ഇടാതിരുന്നാൽ ഫേസും കഴുത്ത് രണ്ട് കളറായിട്ട് ഡിഫറെൻറ്റ് വരും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡ് പറഞ്ഞാൽ കഴുത്തിലും മുഖത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് മസാജിങ്ങൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മൊത്തത്തിൽ നല്ല കട്ടിക്ക് തന്നെ ഈ പാക്ക് ഇട്ട് കൊടുക്കണം. ലൈറ്റ് വെയിറ്റ് ആയിട്ടൊന്നും ഇട്ട് കൊടുക്കരുത്. എന്നിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് കഴുകി കളയാം കേട്ടോ.
അപ്പം ഞാൻ എൻ്റെ ഫേസിലും എൻ്റെ കയ്യിലൊക്കെ ഫുള്ളായി കട്ടിങ്ങനെ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അപ്പം അതുവരെ ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നും ഡെയിലി ഈവനിങ് ടൈമിലാണ് പാക്ക് ഉപയോഗിക്കേണ്ടത്. പകൽ സമയത്തൊന്നും ഉപയോഗിക്കരുത്, വെയിൽ കൊണ്ടാൽ ടാൻ അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈവനിങ് ടൈം മാത്രം യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കയ്യിലാണ് ആദ്യം കഴുകിക്കളയുന്നത്. ഡ്രൈ ആവുന്നവരെ വെച്ചിട്ടില്ല, ഡ്രൈ ആയിട്ടില്ല കേട്ടോ. കഴുകുമ്പോൾ തന്നെ ഒരു അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോഴാണ് ഇത്രയും നല്ലൊരു അടിപൊളി റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും, അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റോട് കൂടിയിട്ട് തന്നെ കഴുകിയെടുക്കുക, ഹാർഡായിട്ടൊന്നും കഴുകരുത്. നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് എൻ്റെ കയ്യിൽ കൂടി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. രണ്ട് കൈക്ക് നല്ല ഡിഫറൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കൈ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, അതുപോലെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും, നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഫേസിലും കൂടി ഇനി അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടി ഞാൻ കഴുകിയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. എൻ്റെ ഫേസിലൊക്കെ നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുത്തത് കഴുകിക്കളയാം. നല്ല ഡ്രൈ ആയിട്ടില്ല, എന്നാലും ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു ഏകദേശം അരമണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് ഒറ്റ തവണ യൂസ് ആക്കുമ്പോഴേക്കും കിട്ടുന്നത്. നമുക്കൊന്ന് തുടച്ച് നോക്കാം കേട്ടോ. എൻ്റെ ഫേസും എൻ്റെ ഈ കഴുത്തിൻ്റെ സൈഡും കൂടെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, കളർ ഡിഫറൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോഴാണ് ഈ ഒരു ഡിഫറൻറ്റ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടായിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എൻ്റെ ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ഗ്ലോ വന്നിട്ടുണ്ട്, ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിവാഹത്തിനായിട്ടൊക്കെ ഒരുങ്ങുന്ന പെൺകുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു 1 മന്ത് മുമ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ക് ഉപയോഗിച്ചോളൂ. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആക്കി കിട്ടും. കുരുക്കൾ വന്ന കറുത്ത പാടുകളും പിഗ്മെന്റേഷനും കരിവാളിപ്പും ഏതുവിധ കറുത്ത പാടുകളാണെങ്കിലും അതെല്ലാം മാറ്റിയെടുത്തിട്ട് ഫേസ് നല്ല ക്ലിയർ ആക്കിയിട്ട് നല്ല എങ്ങാക്കി തരും. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പെൺകുട്ടികൾ മാത്രമല്ല, അല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവർക്കും ഉപയോഗിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ നല്ല മാറ്റം കിട്ടുന്നതാണ്. ഇനി ഫേസിന്റെ കരിമംഗല്യം, പിന്നെ കുരുക്കൾ വന്ന കറുത്ത പാടുകൾ എല്ലാം മാറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് ഒരു വീക്കിൽ 2-3 തവണ മാത്രം യൂസ് ആക്കിയാൽ മതി. അതിൽ കൂടുതൽ യൂസ് ആക്കേണ്ട ഒരാവശ്യം ഇല്ല കേട്ടോ. ഞാനും പഠിച്ച കാര്യങ്ങളാണ് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. കുറേ കമൻസ് വരുന്നുണ്ട്, കുറേ നല്ല കുറച്ച് കമൻസ് ഒക്കെ വരുന്നുള്ളൂ. അതിലൊരു കമൻറ്റ് വന്നതാണ്, ഫിഷ് കറി, തണുത്ത ഫിഷ് കറി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമോ ചോദിച്ചിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഫിഷ് കറി നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക, ഫേസിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കമൻറ്റ് ഇട്ട ആൾ ഒന്ന് പോയിട്ട് അതിന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നല്ല റിസൾട്ടാണ്, ഫിഷ് കറി ഉപയോഗിച്ചിട്ട്, തണുത്ത ഫിഷ് കറി ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്ക് നല്ലതാണ് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതുപോലെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. അപ്പം നിങ്ങൾ എന്താണെന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ. എന്താ ഹസീന എന്തോ ആണ് പേര് കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല പേര്. അപ്പം അങ്ങനെയാണെങ്കിൽ ഹസീന ഒന്ന് പോയിട്ട് ട്രൈ ചെയ്യുക, എന്നിട്ട് പറയുക കേട്ടോ. ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. ഇതുപോലെ ഞാൻ ഇടുന്ന വീഡിയോസ് പോലത്തെ കുറേ വീഡിയോസ് ഇതുപോലെ ഇടുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും ഞാൻ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണോ ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നതാണോ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം യൂസ് ആക്കി നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ ഇങ്ങനത്തെ കമൻറ്റൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വീഡിയോസോടെ എൻഡിപ്പോൾ ചെയ്യാൻ പോകണം. എൻ്റെ വീഡിയോസൊക്കെ തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നല്ല വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം, നാളെ കാണാം. അതുവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, ടാറ്റാ.